ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെതിരെ കേസെടുത്ത് പോലീസ്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. DC ബുക്സ് ഉടമ രവി DCയെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, വിവരങ്ങൾ. അതിന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തി കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. അതിന് പിന്നാലെയാണിപ്പോൾ ഇ.പിയുടെ പരാതിയിൽ കേസെടുത്തുകൊണ്ടുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ പ്രതി ചേർത്തിരിക്കുന്നത് DC ബുക്സിനെയാണ്. DC ബുക്സിന്റെ പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവിയായിരുന്ന A.V. ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് നിലവിൽ ഈസ്റ്റ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്നതനുസരിച്ച് നിലവിൽ ഈ ഇ.പി. ജയരാജൻ, ഇത്തരത്തിൽ പരാതിക്കാരനായിട്ടുള്ള ഇ.പി. ജയരാജൻ തന്റെ ആത്മകഥാ വിവരങ്ങൾ കണ്ണൂർ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിട്ടുള്ള രഘുനാഥ് എന്നയാളെ ഏൽപ്പിച്ചിരുന്നു. അത് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നു. തുടർന്ന് DC ബുക്സ് ഈ രഘുനാഥുമായി ബന്ധപ്പെട്ട് ആ ഭാഗങ്ങൾ വാങ്ങിക്കുകയും ഇത്തരത്തിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാം എന്നുള്ള വാക്കാലുള്ള കരാറിന്മേൽ അത് വാങ്ങിക്കുകയും പിന്നീട് അതിനുശേഷം ഈ രഘുനാഥനോ അല്ലെങ്കിൽ ഇ.പി. ജയരാജനോ ഉൾപ്പെടുത്താത്ത ഭാഗങ്ങൾ കൂടി അധികമായിട്ട് ഉൾപ്പെടുത്തി മനഃപൂർവ്വമായിട്ട് ഇ.പി. ജയരാജനെ അവഹേളിക്കുക, ആക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അതിൽ തിരുത്തലുകൾ വരുത്തി അത് തെരഞ്ഞെടുപ്പ് ദിവസം പ്രസിദ്ധീകരിച്ചു. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കും മറ്റ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്കും ഒക്കെ ചോർത്തി നൽകി എന്നുള്ള ഒരു രീതിയിലാണ് FIR-ൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് DC ബുക്സിന്റെ ഉടമയായിട്ടുള്ള DC രവിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും കോട്ടയം ഈസ്റ്റ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇ.പിയിൽ നിന്നും ഒരു വട്ടം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കോട്ടയം ഈസ്റ്റ് പോലീസ് മൊഴി രേഖപ്പെടുത്തുമെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഈ മുഖ്യപ്രതിയായിട്ടുള്ള മുൻ പബ്ലിക്കേഷൻസ് മേധാവി A.V. ശ്രീകുമാറിനെയും ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കും. അദ്ദേഹവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഒക്കെ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലേക്ക് ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏറ്റവും പ്രധാനമായിട്ടും ഈ FIR-ൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇതാണ്. ഇ.പിയോ രഘുനാഥനോ അറിയാത്ത അല്ലെങ്കിൽ അവർ ഉൾപ്പെടുത്താത്ത പല ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ആത്മകഥാ ഭാഗങ്ങൾ ചോർത്തി നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ പുറത്തേക്ക് പോയത് എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശമാണ് അതിൽ നൽകിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും DGPയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുത്തുകൊണ്ടുള്ള തുടർ നടപടിയിലേക്ക് ഇപ്പോൾ കോട്ടയം പോലീസ് കടന്നിരിക്കുന്നത്. ഗോകുലാണ് വിവരങ്ങൾ നൽകുന്നത്. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. ഇനി DC ബുക്സ് ഉടമ രവി DCയെ കൂടി ചോദ്യം ചെയ്യും. ഇ.പി. ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തും എന്ന വിവരം കൂടി ഗോകുൽ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ.